നിങ്ങളുടെ പല്ലുകളിൽ ഇതുപോലത്തെ സ്റ്റെയിൻസ് ഉണ്ടോ? ഇതിനാണ് നമ്മൾ ഫ്ലൂറോസിസ് അല്ലെങ്കിൽ മോട്ടൽഡ് ഇനാമൽ എന്ന് പറയുന്നത്. ഈ സ്റ്റെയിൻസ് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ ഈ പെർമനന്റ് ആയിട്ടുള്ള പല്ലുകൾ ഡെവലപ്പ് ആവുന്ന ഒരു ഏജ് ഉണ്ട്. അതായത് ഒരു 5 to 8 years ഏജിന്റെ ടൈമിൽ കുട്ടികൾ കുടിക്കുന്ന വെള്ളത്തിൽ നോർമലി ഉണ്ടാവുന്ന ലെവലിനെക്കാളും കൂടുതൽ ലെവലിൽ ഫ്ലൂറൈഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഫ്ലൂറോസിസ് ഉണ്ടാവും. നമ്മുടെ ഇന്ത്യയിൽ പല ഭാഗങ്ങളിലും ഈ ഫ്ലൂറോസിസ് ഉണ്ട്. ഈവൻ പാലക്കാടുള്ള കുറെ ഏരിയാസിൽ നമുക്ക് ഫ്ലൂറോസിസ് കണ്ടുവരുന്നുണ്ട്. സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് കാണാനുള്ള ഒരു അഭംഗിയാണ്, ചിരിക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലായ്മ. സോ ഇതിന്റെ സിവിയറിറ്റി അനുസരിച്ചിട്ട് നമ്മൾ ഇത് 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്: മൈൽഡ്, മോഡറേറ്റ് ആൻഡ് സിവിയർ. മൈൽഡ് ആയിട്ടുള്ള ഫ്ലൂറോസിസിൽ നമുക്ക് വൈറ്റ് ആയിട്ടുള്ള ഡിസ്കളറേഷൻസും സ്പോട്ട്സ് ഒക്കെയാണ് കാണാം. മോഡറേറ്റ് ആയിട്ടുള്ള ഫ്ലൂറോസിസിൽ നമുക്ക് ഒരു വൈറ്റിഷ് യെല്ലോ ടു യെല്ലോ ആയിട്ടുള്ള സ്റ്റെയിൻസ് കാണാനായിട്ട് പറ്റും. ആൻഡ് സിവിയർ ഫ്ലൂറോസിസിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ള ഡിസ്കളറേഷൻ ആണ് ഉണ്ടാവുക. സോ ഇതിന്റെ ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നതും മൈൽഡ് ആയിട്ടുള്ള ഫ്ലൂറോസിസിൽ നമുക്ക് ഒരുവിധം വരെ ബ്ലീച്ചിങ് കൊണ്ട് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ പല്ലിന്റെ സെയിം കളറുള്ള മെറ്റീരിയൽ ഉള്ള കോമ്പോസിറ്റ് യൂസ് ചെയ്തിട്ട് കറക്റ്റ് ചെയ്യാം. മോഡറേറ്റ് ആയിട്ടുള്ള ഫ്ലൂറോസിസിന് വെനിയേഴ്സ് ആയിരിക്കും ബെറ്റർ. സിവിയർ ആയിട്ടുള്ള ഫ്ലൂറോസിസിന് ക്രൗൺസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്.